അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. കൈനിറയ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടൂ. 1000 രൂപയുടെ ഓരോ പർച്ചേസിനും 500 രൂപ വില വരുന്ന ഫുഡ് കണ്ടെയ്നർ സമ്മാനം. 2000 രൂപയുടെ ഓരോ പർച്ചേസിനും 700 രൂപ വില വരുന്ന ഇന്നർ സ്റ്റീൽ കാസറോൾ സമ്മാനം. 4000 രൂപയുടെ ഓരോ പർച്ചേസിനും 1000 രൂപ വില വരുന്ന ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം. 5000 രൂപയുടെ ഓരോ പർച്ചേസിനും 1200 രൂപ വില വരുന്ന ട്രക്കിംഗ് ബാഗ് സമ്മാനം. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള വിലകളിൽ ട്രെൻഡിംഗ് ലേഡീസ് ജെന്റ്സ് കിഡ്സ് വസ്ത്രങ്ങൾ അറ്റ്ലസിൽ നിന്നും ഇപ്പോൾ ലാഭത്തിൽ സ്വന്തമാക്കാം. ട്രെൻഡിയും ഫാഷനബിളുമായുള്ള വസ്ത്രങ്ങൾ 100% ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അറ്റ്ലസ് ഫാഷനിൽ നിന്നും ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ. കൈ നിറയെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കാം. അറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നടപ്പിലാക്കിയ പുതിയ OP പരിഷ്കരണം പിൻവലിക്കാൻ തീരുമാനം. CPM നേതാക്കൾ നടത്തിയ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. തിങ്കളാഴ്ച മുതൽ പഴയ രീതിയിൽ തന്നെ OP ടിക്കറ്റ് വിതരണം നടത്തുമെന്ന് ആശുപത്രി റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. ജനറൽ OPയിൽ ചികിത്സ തേടിയെത്തുന്ന ആളുകൾക്ക് മറ്റു സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ കാണുന്നതിന് വീണ്ടും OP ടിക്കറ്റ് എടുക്കണമെന്ന തീരുമാനം കഴിഞ്ഞ ജൂൺ 30 ചേർന്ന HMC കൺസൾട്ടേറ്റീവ് യോഗത്തിലാണ് കൈക്കൊണ്ടത്. പിന്നീട് RMO ഇതു സംബന്ധിച്ച് സർക്കുലറും പുറപ്പെടുവിച്ചു. എന്നാൽ ഈ നടപടി സാധാരണക്കാരായ രോഗികളെ ബാധിക്കുന്നതായി ആരോപിച്ച് കഴിഞ്ഞ ദിവസം DYFIയും മറ്റു CPM നേതാക്കളും പ്രതിഷേധവുമായി ആശുപത്രി ഓഫീസിലെത്തി. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കക്കാടൻ റഹീം, അമരമ്പലം ലോക്കൽ സെക്രട്ടറി റിയാസ്, ഹരിദാസൻ, പാർട്ടി പ്രവർത്തകരായ ഫൈസൽ കാപ്പു, സുരേഷ് അമ്പലത്ത്, PG ചന്ദ്രൻ എന്നിവരാണ് RMO ഓഫീസ് ഉപരോധിച്ചത്. പുതിയ പരിഷ്കരണം പിൻവലിക്കും വരെ ഓഫീസ് വിട്ടുപോകില്ലെന്ന നിലപാട് പ്രതിഷേധക്കാർ സ്വീകരിച്ചതോടെ ചർച്ചകൾക്കൊടുവിൽ തിങ്കളാഴ്ച മുതൽ പരിഷ്കരണം പിൻവലിക്കാമെന്ന് RMO ഡോക്ടർ അബ്ദുൽ നാസർ ഉറപ്പു നൽകി. ഇതോടെയാണ് 1 മണിയോടെ പ്രതിഷേധം അവസാനിപ്പിച്ചത്. നമുക്കറിയാം, നമ്മുടെ ജില്ലാ ആശുപത്രി കഴിഞ്ഞ കുറെ വർഷങ്ങളായി ജനങ്ങൾക്ക് നല്ല സേവനം കൊടുത്തുകൊണ്ട് ജില്ലയിലെ മികച്ച സർക്കാർ ആശുപത്രികൾ ഒന്നായി മാറിക്കഴിഞ്ഞ ഒരു ആശുപത്രിയാണ്. എന്നാൽ ഇവിടെ ഈ അടുത്ത ദിവസം ജില്ലാ പഞ്ചായത്തിന്റെയോ അതുപോലെ HMCയുടെയും അനുമതിയില്ലാതെ RMO ഒരു ഉത്തരവിറക്കുകയാണ്. ഇവിടുത്തെ ചില ഡോക്ടർമാരുമായി കൂടിച്ചേർന്നുകൊണ്ട് ഇവിടെ ചികിത്സക്കെത്തുന്ന സാധാരണ രോഗികൾ സ്പെഷ്യാലിറ്റി ഡോക്ടറെ കാണണമെങ്കിൽ വീണ്ടും OP ടിക്കറ്റ് എടുക്കണമെന്ന ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. ഇത് കാരണം നമ്മുടെ ആശുപത്രിയിൽ എത്തുന്ന സാധാരണക്കാരായ രോഗികൾ ചികിത്സയ്ക്ക് വരുന്നതിന് വേണ്ടി ഒന്നിലധികം OP ടിക്കറ്റ് എടുക്കേണ്ട, വരിയിൽ നിന്ന് OP ടിക്കറ്റ് എടുക്കേണ്ട വലിയ പ്രയാസങ്ങൾ നമ്മുടെ ഈ ആശുപത്രിയിൽ വരികയുണ്ടായി. മലയോര മേഖലയിൽ നിന്ന് ഈ ആശുപത്രിയിലേക്ക് വരുന്ന ആദിവാസികൾ ഉൾപ്പെടെയുള്ള ഏറ്റവും പാവപ്പെട്ട രോഗികൾക്ക് വലിയ പ്രയാസങ്ങളാണ് അതുവഴി ഉണ്ടായത്. ഈ ഉത്തരവ് അന്യായമായി ഇറക്കിയ ഈ ഉത്തരവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് RMOയെ സമീപിച്ചത്. അത് മാത്രവുമല്ല, ഇവിടെ ചികിത്സക്കെത്തുന്ന രോഗികളെ ഒരു ഡോക്ടർ 70 രോഗികളെ മാത്രമേ നോക്കൂ എന്നുള്ള ഒരു അന്യായമായ നടപടിയും ഇവിടെ സ്വീകരിച്ചു വരികയാണ്. വലിയ ദൂരപ്രദേശങ്ങളിൽ നിന്നാണ് നമ്മുടെ ആശുപത്രിയിലേക്ക് രോഗികൾ ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്നത്. അപ്പോ 11:30 മണിയോടുകൂടി ഡോക്ടർമാർ ചികിത്സ അവസാനിപ്പിച്ച് സ്വകാര്യ ക്ലിനിക്കുകളിലെ ചികിത്സയ്ക്ക് പോകുന്ന സാഹചര്യം ഇവിടെ വളർന്നു വന്നിരിക്കുകയാണ്. സാധാരണക്കാരന്റെ ആരോഗ്യ പരിരക്ഷയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ട ഈ ആശുപത്രിയിൽ തികച്ചും അന്യായമായ തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഈ തീരുമാനങ്ങളിൽ നിന്ന് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടാനാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. RMO ഇക്കാര്യങ്ങൾ സംസാരിച്ചു. ഈ അന്യായമായി ഇറക്കിയ ഉത്തരവ് പിൻവലിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ഡോക്ടറുമായി സംസാരിച്ച് നിലവിലുള്ള ഉത്തരവ് പിൻവലിക്കണം എന്നുള്ള ധാരണയിൽ എത്തിയിട്ടുണ്ട്. HMCയുടെ അറിവില്ലാതെയാണ് എന്നാണ് പറഞ്ഞത്. HMCയെ ഇപ്പൊ ഇവിടെ കൂടുന്നില്ല എന്നാണ് HMC മെമ്പർമാർ പറയുന്നത്. കഴിഞ്ഞ 3-4 മാസത്തിലധികമായി അതെ അത് പാടില്ല. അതാണ് ഇവിടുത്തെ ഒരു സ്റ്റാഫ് കൗൺസിൽ യോഗം ചേർന്നിട്ടാണെന്നാണ് പറഞ്ഞത്. ഡോക്ടർമാരുമായി യോഗം ചേർന്ന് RMO നൽകിയ ഉത്തരവാണെന്നാണ് പറഞ്ഞത്. ജീവനക്കാരെ നിയന്ത്രിക്കാനുള്ള ഉത്തരവൊക്കെ RMOക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ അത് അറിഞ്ഞിട്ടില്ല എന്നാണ് ഞങ്ങൾ അന്വേഷണത്തിൽ അറിഞ്ഞത്. ഇനി അവരെന്താ പറയുന്നത് അറിയില്ല. വേറൊരു ആശുപത്രിയിലും ഇതുവരെയല്ല. ഞങ്ങൾ എല്ലാ ആശുപത്രിയിലും അന്വേഷിച്ചു. തിങ്കളാഴ്ച വ്യക്തമായ ഒരു മറുപടി കിട്ടിയില്ലെങ്കിൽ ശക്തമായ സമര പരിപാടിയുമായിട്ട് CPM മുന്നോട്ട് പോകും. ആണ് ഇപ്പൊ നമുക്ക് പറയാനുള്ളത്. തിങ്കളാഴ്ചയോടുകൂടി പിൻവലിക്കാം.
ഡോക്ടർമാരുടെ കുറവ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടപ്പിലാക്കിയ OP പരിഷ്കരണമാണ് ഇപ്പോൾ പിൻവലിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്ത് ആശുപത്രിയിൽ OPയിൽ രോഗികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദിവസേന രാവിലെ മാത്രം OPയിൽ 2000-ഓളം രോഗികൾ വരെ ചികിത്സയ്ക്കായി എത്തുന്നുണ്ട്. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ രോഗികൾ ചികിത്സ തേടുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ്. OP പരിഷ്കരണം സംബന്ധിച്ച് പുറത്തിറക്കിയ സർക്കുലർ പിൻവലിക്കുന്നതിനായി സൂപ്രണ്ട് ഡോക്ടർ NN ഷാജിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ഉത്തരവിറക്കുമെന്ന് RMO ഡോക്ടർ അബ്ദുൽ നാസർ പറഞ്ഞു. N4 ന്യൂസ്, നിലമ്പൂർ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ.